ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ല ടേസ്റ്റോട് കൂടിയ ഡയമണ്ട് കട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതുണ്ടാക്കുന്നത് മൈദ വെച്ചിട്ടാണ്. ഇതുണ്ടാക്കാൻ 1.5 കപ്പ് അളവിലാണ് മൈദ വേണ്ടത്. എന്നിട്ട് അതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പൊക്കെ കുറഞ്ഞ അളവിൽ മതിയാവും. 1/4 ടീസ്പൂൺ, ഒരു 2 പിഞ്ച് കൂടെ. ഇതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവാൻ ഒരു 1/2 ടീസ്പൂൺ അയമോദകം കയ്യിൽ വെച്ചൊന്ന് തിരുമ്മി ചേർക്കാം നമുക്കിതുപോലെ. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ അളവിലാണ് നെയ്യ് ഒഴിക്കേണ്ടത്. നെയ്യ് ഒഴിക്കുമ്പോൾ അത് നല്ല സ്മൂത്ത് ആവുകയും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. എന്നിട്ട് ഒരല്പം ഷുഗർ കൂടെ ചേർത്താൽ ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയാണ്. നമ്മൾ ഉപ്പൊക്കെ ചേർക്കുന്നത് കൊണ്ട് നമ്മളിത് കുഴച്ചെടുക്കാൻ നോർമലായിട്ടുള്ള വെള്ളം മതിയാകും. ഇതേ രീതിയിൽ കുറച്ച് ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴിക്കുന്ന അതേ രീതിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. 1 കപ്പ് വെള്ളമായിരുന്നു എടുത്തത്, 1/2 കപ്പ് വേണ്ടി വന്നു. ഇനി നമുക്കത് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇപ്പോൾ 10 മിനിറ്റ് ആയി, ഒന്നുകൂടെ സോഫ്റ്റായി. എന്നിട്ട് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. 4 ഭാഗമാക്കി ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടത് ഉരുളകളാക്കി പരത്തിയെടുക്കുക. ഓരോരോ ഉരുളകൾ ഇത് തിന്നായിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. കട്ടിംഗ് ബോർഡിൽ അല്പം പൊടി തൂകിയതിന് ശേഷമാണ് ഇതേപോലെ പരത്തിയെടുക്കേണ്ടത്. എന്നാലേ നമ്മൾ അതിൽ നിന്ന് എടുക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ്. ഇനി നമുക്ക് കട്ടർ വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വലിയ ഇതിലാണ് വേണ്ടതെങ്കിൽ വലുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അത് കുറച്ചുകൂടെ തിക്കായിട്ടും ഇരിക്കണം. ഇതിപ്പം ഞാൻ വളരെ തിന്നായിട്ടാണ് ഇത് പരത്തിയത്. അതുകൊണ്ട് ചെറിയതായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇതിനു മുന്നേ കുറേയേറെ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ഐറ്റത്തിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. അതുകൂടാതെ ബ്യൂട്ടി വീഡിയോസും. നമുക്കത് ഡയമണ്ട് ഷേപ്പിലാകാൻ വേണ്ടി ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതേ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, തീർച്ചയായും ഇഷ്ടപ്പെടും. ഇത് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയിലൊക്കെ എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. എത്ര ദിവസം വേണമെങ്കിലും ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. മധുരം ഉപയോഗിക്കാത്തവർക്ക് ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ ഇത് ഉണ്ടാക്കിയാലും നന്നായിരിക്കും. നമ്മൾ നെയ്യൊക്കെ ചേർത്തതുകൊണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇരുപ്പിച്ചിട്ട് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. നമ്മൾ ഈ മൈദയിൽ നെയ്യൊക്കെ ചേർത്ത് മിക്സ് ചെയ്തുകൊണ്ട് സൺഫ്ലവർ ഓയിലാണ് നല്ലത്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കണം. ഇതുപോലെ ഒന്ന് പൊങ്ങി വരണം. അപ്പോഴാണ് അത് നല്ല ക്രിസ്പിയായി വരികയുള്ളൂ. ഒന്നിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതേ രീതിയിൽ. ഇപ്പോൾ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. നമ്മൾ അയമോദകം ഒക്കെ ചേർത്തത് കൊണ്ട്. ഇത് ഞാൻ കൂടുതൽ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തപ്പോൾ അത് ഇത്രയും ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കാരമലൈസ് സിറപ്പ് റെഡിയാക്കാം. 1/2 കപ്പ് ഷുഗറാണ് എടുത്തത്. എന്നിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് നൂൽപ്പരുവം ആകുന്നത് വരെ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കണം. ഇത് അത്യാവശ്യം മധുരമുണ്ട്. ഇതിനേക്കാൾ കുറഞ്ഞ അളവിലാണ് മധുരം വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ഷുഗർ കുറച്ച് ചേർത്താൽ മതിയാകും. എന്നിട്ട് നമുക്കത് അതിലോട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഒഴിച്ച്. എന്നിട്ട് ഇതൊരു 1/2 മണിക്കൂറെങ്കിലും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. എന്നാലേ അത് നല്ല സെറ്റായി കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഇങ്ങനെ മുറിച്ച് നോക്കാം. നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. പൊടിയുന്ന രീതിയിൽ ആവണം. അങ്ങനെ ആകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഡയമണ്ട് കട്ട് എപ്പോഴും ഇതേപോലെ ചെറിയതായിട്ടേ ഉണ്ടാക്കാറുള്ളൂ. അതാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1/2 മണിക്കൂറായി. അപ്പോൾ അതെല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാം. ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് റിപ്ലൈ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നവരെ നന്ദി.